ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 7ാം ദിനത്തിലും ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മാർച്ച് 5-ന് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല ആഘോഷങ്ങളുടെ ഒരുക്കം തകൃതിയായി നടക്കുകയാണ്. 9ാം ഉത്സവ ദിനമായ മാർച്ച് 13-ാം തീയതി അഥവാ കുംഭമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ ദേവിയെ കാണാൻ ഒഴുകിയെത്തുന്നത്. നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേവിയെ കണ്ടിറങ്ങുന്ന ഭക്തരുടെ സന്തോഷവും ചെറുതല്ല. എല്ലാ വർഷവും വരുന്നതാണ്. ഞാനിപ്പോ ഇത് 5ാമത്തെ വർഷമാണ്. 12 വർഷത്തോളം പൊങ്കാല ഇടുന്നു. ഇപ്പൊ വീടുകളിൽ ഇടുക. ഇവിടെ വന്ന് തൊഴുത് ഒരു ദിവസം ഇവിടെ തങ്ങിയിട്ട് വീടുകളിൽ അങ്ങ് ഇടുക. പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും യാത്രാ സൗകര്യത്തിനായി KSRTC ബസ്സുകൾ വിട്ടു നൽകിയിട്ടുണ്ടെന്നും ക്ഷേത്രസമിതി പ്രസിഡന്റ് വി ശോഭ പറഞ്ഞു. അതേസമയം ക്ഷേത്രസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരങ്ങളിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചതായും പ്രസിഡന്റ് അറിയിച്ചു. എല്ലാവിധ ഒരുക്കങ്ങളും ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ വിവിധ വകുപ്പുകളുടേതായാലും എല്ലാവിധ ഒരുക്കങ്ങളും അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിൽ തന്നെയാണ്. എല്ലാം പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം. ഇത്തവണ പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി 4000-ത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളതായും 45 ലക്ഷത്തിലധികം ആളുകൾ ഈ വർഷം പൊങ്കാല അർപ്പിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ക്ഷേത്രസമിതി സെക്രട്ടറി K. ശരത് കുമാർ പറഞ്ഞു. എല്ലാ സർക്കാർ വകുപ്പുകളും കൃത്യമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അവലോകന യോഗങ്ങളിൽ ചർച്ച ചെയ്യുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്തരത്തിൽ സാധിച്ചത്. 14-ന് രാവിലെ 8-ന് ദേവിയെ അകത്തെഴുന്നള്ളിക്കും. ശേഷം രാത്രി 10-ന് കാപ്പഴിക്കും. പുലർച്ചെ 1-ന് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. ജയ് ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.